നമസ്കാരം കേട്ടാ. ലോകശക്തിയായ അമേരിക്കയുടെ മുന്നിൽ ഇറാൻ ഇത്രയധികം പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായിരിക്കും? അതിനുത്തരം ഒന്നേയുള്ളൂ: റഷ്യയും ചൈനയും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഉക്രൈനെ ആയുധം കൊണ്ടും സാമ്പത്തികം കൊടുത്തും സഹായിച്ചത് അമേരിക്കയാണ്. അതായത് അണ്ടർഗ്രൗണ്ട് പണി എന്ന് ഇതിനെ പറയും. എന്നാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴമക്കാരുടെ പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഇറാന്റെ കയ്യിൽ കുറെ ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഹൈപ്പർസോണിക് ആയാലും സൂപ്പർസോണിക് ആയാലും ആയുധങ്ങളൊക്കെ ഉണ്ട് എങ്കിലും, അവരത് സ്വന്തമായി നിർമ്മിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും അവർക്ക് പ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതിന് കാരണം കൃത്യമായ സ്ഥലം കണ്ടെത്തി ആക്രമണം നടത്തുക എന്നതിന് അതിന് കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണ്. അതായത് 200-300 കിലോമീറ്റർ ദൂരയിൽ നിന്ന് വരുന്ന മിസൈലിനെ തിരിച്ചറിഞ്ഞ് അതിന് അത്രയും ദൂരത്ത് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇറാൻ അത്തരം സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയിട്ട് അടുത്ത കാലത്തായിട്ട് ഇറാൻ വൻതോതിൽ പ്രതിരോധിക്കുന്നതായി നമ്മൾ കണ്ടു. അതിൻ്റെ പിന്നിൽ റഷ്യയും ചൈനയുമാണ്. കാരണം റഷ്യക്കിട്ട് അമേരിക്ക അണ്ടർഗ്രൗണ്ട് പണി കൊടുത്തപ്പോൾ റഷ്യക്ക് കിട്ടിയ അവസരം റഷ്യയും മുതലാക്കി. ഇപ്പോൾ ഇറാന് വേണ്ടി ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും സാമ്പത്തിക സഹായങ്ങളും മറ്റ് റഡാർ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത് റഷ്യയും ചൈനയും ചേർന്നാണ്. അവർ സംയുക്തമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഇറാൻ വലിയ സംഭവമാണ്, ഇറാൻ വലിയ ശക്തിയാണ് എന്നൊക്കെ ഇവിടെ കിടന്ന് പറയുന്ന ഈ കോയകൾ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും അതിലെല്ലാം ആനന്ദം കണ്ടെത്തുന്ന കുറെ ജിഹാദി കൂട്ടങ്ങളുണ്ടല്ലോ, അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇറാൻ ഭയങ്കര സംഭവമാണെന്നാണ്. ഈ ഊളകൾക്കറിയില്ല അമേരിക്ക എന്ന് പറയുന്നത് വൻ സാമ്പത്തിക ശക്തിയാണ്. സൈനികപരമായിട്ടായാലും ആയുധപരമായിട്ടായാലും വളരെ മുന്നിലാണ്. ഇത് അറിഞ്ഞുകൂടാത്ത ഈ ഊളകളാണ് വെറും മതത്തിന്റെ പേരിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, മതത്തിന്റെ പേരിൽ തന്നെയാണ്. ഇറാൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യുമോ? അവരെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അവിടെ യുദ്ധം നടന്നപ്പോൾ ഇവിടെ ഭയങ്കര റാലിയൊക്കെ നടത്തി, ഭയങ്കര സമ്മേളനമൊക്കെ നടത്തി. ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? മതത്തിന്റെ പേരിലാണ്. എന്നാൽ പാലസ്തീൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെങ്കിലോ, ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നുവെങ്കിലോ ഇവിടുത്തെ ഈ കോയമാര് വാലും പൊക്കിക്കൊണ്ട് ചാടുമായിരുന്നോ? അവർക്ക് വേണ്ടി മോങ്ങുമായിരുന്നോ? ഇല്ല, മോങ്ങുകയില്ല. സെലക്റ്റീവായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇറാൻ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള ഭയങ്കര സംഭവമായിട്ടല്ല ഇറാനെ കാണേണ്ടത്. ഇറാന് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ചൈനയുടെയും റഷ്യയുടെയും സഹായം കൊണ്ട് മാത്രമാണ്.